ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വ്യത്യസ്തമായ ഒരു മീൻ കറിയുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഒരു ചീഞ്ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഒരു 10 അല്ലി ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം ഒരു 6 അല്ലി വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഉള്ളികളെല്ലാം ഒന്ന് മൂത്ത് വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഉള്ളികളെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. തക്കാളി വെന്ത് ഉടഞ്ഞു വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. തക്കാളി നല്ലതുപോലെ വെന്തുടഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 3 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പൊടികളെല്ലാം കരിഞ്ഞു പോവാതെ നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. മൂത്ത് വന്ന മസാലയിലേക്ക് നമുക്ക് 1/2 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. തേങ്ങ നല്ലതുപോലെ മൂത്ത് വരുമെന്നും വേണ്ട, കുറച്ച് നേരം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ചൂടാകാൻ വെക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങയെല്ലാം ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് അരച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണേ, അപ്പോഴേ നമ്മുടെ മീൻ കറിക്ക് നല്ല രുചി കൂടുകയുള്ളൂ. അപ്പോൾ നമ്മുടെ തേങ്ങയെല്ലാം അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു മൺചട്ടിയിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഒഴിച്ചു കൊടുക്കാം. അതോടൊപ്പം കറിക്ക് ആവശ്യമായ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായ പുളി ഞാൻ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമുക്ക് പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം 2 പച്ചമുളക് നീളത്തിൽ കീറിയതും ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ കറിക്ക് ആവശ്യമായ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഗ്യാസ് ഒന്ന് ഓണാക്കി കൊടുക്കാം. എന്നിട്ട് കറി നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് ഒന്ന് തിള വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. കറി നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് നെത്തോലി മീനാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി മീൻ വെന്ത് വരുന്നത് വരെ ഒന്ന് അടച്ചു വെക്കാം. മീനെല്ലാം വെന്ത് കറി കുറുകി വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു തണ്ട് കറിവേപ്പിലയും അതോടൊപ്പം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കറി റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്കും സബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം വരാം.